ഇന്ന് നമ്മളെ കൈവെള്ളയിൽ ഈ സാധനങ്ങൾക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ. ഇതിന്റെ പോസിറ്റീവ് സൈഡ്. നിങ്ങൾ പഠനത്തിന്റെ ആവശ്യത്തിലേക്ക് എന്ത് സാധനങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുമോ ആ സെർച്ച് ചെയ്യുന്നത് ഉപയോഗിക്കാനുള്ള രീതിയിലേക്ക് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ശൃംഖല മാറിക്കഴിഞ്ഞു. എത്രയും ഇന്നോവേറ്റീവായിട്ട് നമുക്ക് എന്ത് കാര്യങ്ങൾ ഒരു കൈവെള്ളയിൽ കിട്ടും. പക്ഷേ ഈ കൈവെള്ളയിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളും കിട്ടും, പല പല കാര്യങ്ങളും കിട്ടും. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ യൂസിങ് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. നിങ്ങളെ ടൈം കൺസ്യൂമിങ്, അതായത് പഠിക്കാനുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ഇത് കൊണ്ടുപോകും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ന് പല നമ്മുടെ അടുത്ത് വരുന്ന രക്ഷകർത്താക്കൾ ഒന്നും ഞാൻ ഡ്രഗ് അബ്യൂസിനെ പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല. പല കുട്ടികളും ഡ്രഗ്സിന്റെ അഡിക്റ്റ് ആയിട്ടും അല്ലാത്ത പ്രശ്നങ്ങളിലേക്കൊക്കെ പെട്ടിട്ട് രക്ഷകർത്താക്കൾ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ആ കുട്ടികൾ +2 വരെ നല്ല രീതിയിൽ നല്ല മാർക്കോടുകൂടി പഠിച്ച ആൾക്കാരാണ്. പിന്നീട് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യപ്പെടുകയാണ് പല കൂട്ടുകെട്ടിലേക്ക്. അതിന് പ്രധാന കാരണം ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളൊക്കെയാണ്. നിങ്ങൾ താമരശ്ശേരിയില് ഒരു കുട്ടി ഷഹബാസ് എന്ന പയ്യൻ മരിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൂട്ടുകാരെ കൂടെ പഠിച്ച കുട്ടികൾ ആക്രമിച്ചിട്ട് കൊലപ്പെടുത്തിയത്. ആ പഠിക്കുന്ന അവരെല്ലാം സ്കൂൾ കുട്ടികളാണ്. ആ സ്കൂൾ കുട്ടികളെ അന്ന് അവിടെ യൂസ് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിന്റെ ആപ്ലിക്കേഷനാണ്. അവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ആ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയും അല്ലെങ്കിൽ ഗ്യാങ് ആയിട്ടുള്ള സംസാരങ്ങളും നമുക്ക് അവിടെ വെച്ച് കാണും, ഇവിടെ വെച്ച് കാണും. ഈ രീതിയിൽ കുട്ടികൾ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ടൈം കൺസ്യൂം ചെയ്യുക മാത്രമല്ല, മോശമായ അപകടകരമായ അവസ്ഥയിലേക്ക് കുട്ടികളെ എത്തിക്കും. നിങ്ങൾ കണ്ടു കാണും ന്യൂസിലൊക്കെ ആ കുട്ടികൾ എക്സാം എഴുതാൻ സമയത്തുണ്ടാക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, അതിനെതിരെ ഉണ്ടായ ലഹളകൾ, ഇഷ്യൂസ്, ഇതൊക്കെ നിങ്ങൾ കണ്ടു കാണും. നിങ്ങളുടെ ഭാവിയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ ഇതിന് അഡിക്റ്റായി മാറി ഈ സാധനം നിങ്ങൾ പഠനാവശ്യത്തിനും നിങ്ങളുടെ കാര്യത്തിലേക്കും വേണ്ടി മാത്രം നോക്കുക, എടുക്കുക. മറ്റു നിങ്ങൾക്ക് ഒരു പക്വത വരട്ടെ, നിങ്ങളൊരു മെച്ചുറാകട്ടെ. ഞാനിത് യൂസ് ചെയ്യുന്നത് മെച്ചുറായി എന്ന് തോന്നുമ്പോൾ, എനിക്കിതിനെപ്പറ്റി നല്ല ഭാഗങ്ങൾ കിട്ടും എന്നുള്ള ആ കാഴ്ചപ്പാടിൽ എത്തുമ്പോൾ മാത്രമേ ഇത് നിങ്ങൾ യൂസ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ ഇതൊരു അഡിക്ഷനാണ്. പ്രത്യേകിച്ചും നമ്മളെ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഈ തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. ഇത് നിങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ഉപയോഗിക്കുക. കഴിയുന്നതും നിങ്ങൾ പഠന സമയത്തിന്, പഠനത്തിന്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം എന്നുള്ള റിക്വസ്റ്റ് എനിക്ക് നിങ്ങളോടുണ്ട്. കാരണം നിങ്ങളെ പഠിപ്പിക്കാൻ അയച്ച രക്ഷകർത്താക്കള് ഒരു ഭാവി കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് നിങ്ങൾ വിടുന്നത്.